ശിവകനാചാരി ഡയറക്ടഡ് ബൈ ആരും ചന്തു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം എന്തായാലും ഉറപ്പായി. കാരണം മിക്ക ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഭയങ്കര കുറവാകും. കാരണം പ്യൂർലി ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്. അത് മാത്രമല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി സിനിമ ഭയങ്കരമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഗംഭീരമാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് ഈ വിഘനാചാരി എന്ന് പറയാറ്. കാരണം സിനിമേനെ ഒന്നാമത് ഇത് ഞാൻ കണ്ടു കഴിഞ്ഞ സമയത്ത് ഇതേപോലത്തെ സംഭവങ്ങൾ പല എന്താ പറയുക, ഈ നമ്മൾ ചില സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറുണ്ടോ 3 മണിക്കൂറുണ്ടോ തീരേണ്ട സിനിമയായിരുന്നു എന്നുള്ളത് നമ്മൾ പറയുമല്ലോ. ആ ഒരു പ്രശ്നം എനിക്ക് സിനിമയെ നല്ല രീതിയിൽ ഫേസ് ചെയ്ത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമേൻ്റെ ഒരു മുക്കാൽ ഭാഗം എന്താ പറയുക, ഒരു ഗുമ്മില്ലാതെയാണ് സത്യം പറഞ്ഞാൽ പോണത്. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടാത്ത ആളാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനലിലുള്ള സയൻസ് ഫിക്ഷൻ പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്, സയൻസ് ഫിക്ഷൻ മൂവീസിൻ്റെ നല്ലത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നതും പെടാത്തും പ്രശ്നമല്ല എനിക്കുള്ളത്. സിനിമേൻ്റെ പേസ് പൊതുവേ സിനിമക്ക് കുറവാണ്, നല്ല കുറവാണ്. അതായത് ഈ സിനിമ തുടങ്ങി ഒരു സമയത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം, അതായത് ഒരു അബവ് 75% ഭയങ്കര മെല്ലെയാണ് പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ കുറച്ചൊരു സമയം, ഒരു 15 to 25 മിനിറ്റ്സ് അത് കിടനായിട്ടാണ് അത് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, സിനിമേൻ്റെ പേസിൻ്റെ കാര്യം പറഞ്ഞ സമയത്തും ഇതിൻ്റെ വിഷ്വൽസ് മലയാള സിനിമയിൽ എന്നേ വരെ ഇമാതിരി സാധനം കണ്ടിട്ടില്ല. അതായത് ഭയങ്കര മേക്കിംഗ് എന്നുള്ളതല്ല, പക്ഷേ ഭയങ്കര ക്ലവർ ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് സിനിമയിൽ വന്നിട്ടുള്ളത്. കാരണം അതിൽ ഇവർക്ക് ചില വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AI ഇമേജസ് കിട്ടും. AI ഇമേജസ് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഏലിയൻസിനെ കടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പല ഇമേജസും കിട്ടും. അതേ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ലൈവ് ആക്കാൻ പറ്റും. ഫോട്ടോസിൻ്റെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റ് ലിമിറ്റഡ് ആണല്ലോ, നമ്മളെ ഇങ്ങനത്തെ സിനിമകൾ എടുക്കുമ്പോൾ ബഡ്ജറ്റ് ഓബ്വിയസ്ലി ലിമിറ്റഡ് ആണ്. വലിയ ഹോളിവുഡിൻ്റെ അത്രയും ബഡ്ജറ്റ് വെച്ചിട്ടല്ല ഇവർ എടുക്കുന്നത്. അപ്പോൾ അത് ഇവരെ എടുത്ത് വന്ന സമയത്ത് കുറഞ്ഞ ബഡ്ജറ്റ് ഉണ്ട്. ഞാൻ വിഷ്വൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. വിഷ്വലി അത് എത്രത്തോളം കിടിലനാക്കാൻ പറ്റുമോ അത് അത്രത്തോളം കിടിലനാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ക്ലവറായിട്ടാണ് അത് ഇവർ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ എവിഡൻ്റ് ആണ്, മോശമായിട്ടല്ല, നല്ല രീതിയിലാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൽ ഈ ആനാർക്കി മരിക്കാറുണ്ടല്ലോ, അത് ഈ പറക്കണൊക്കെ ഒരു സീനുണ്ട്, ഇങ്ങനെ പറന്നിട്ട് ഇങ്ങനെ നിൽക്കണമൊക്കെ ഒരു സീനൊക്കെ ഉണ്ട്. അത് പിന്നെ അതേപോലെ തന്നെ സിനിമേൻ്റെ ക്ലൈമാക്സിൽ, ഇത് സ്പോയിലറൊന്നും അല്ല, സിനിമേൻ്റെ ക്ലൈമാക്സിൽ വലിയ പൂച്ച ഒക്കെ ഇങ്ങനെ നടന്നു പോകണൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസം കാണാൻ. പിന്നെ ഇപ്പോൾ മലയാള സിനിമയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഇങ്ങനെ ഇത് കാണും, നമ്മൾ ഇതിൻ്റെ കണ്ണിൽ പറയണം കൃത്യങ്ങൾ, അപ്പോൾ ഞാൻ അത് പറയും. പക്ഷേ എൻ്റെ കണ്ണിക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങൾ വിഷ്വലി ഈ സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ കുറേ റിവ്യൂസിലും ഇതിലൊക്കെ കേട്ടത് ഗണേഷിൻ്റെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് കൂടുതൽ കിരുന്നനാണെന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും കിരുന്നനായിട്ട് തോന്നി അനാർക്കലി മരിക്കാറിൻ്റെ പെർഫോമൻസ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരക്ക് അടിപൊളി പെർഫോമൻസ് അനാർക്കലിൻ്റെ. അത് പല സംഭവങ്ങളുണ്ട്, ചില നോട്ടവും ചില ഭാവം, അതായത് സംസാരിക്കാതെ അഭിനയിക്കണമൊക്കെ കുറച്ചൊക്കെ ഒരു സീന് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഫുൾ ഓഫ് ചെയ്യാൻ ഈ കാണുന്ന മലയാളമൊന്നല്ല, അതൊക്കെ അഭിനയിച്ച് കാണിക്കാമെന്ന് പറയുന്ന സമയത്ത് അതൊക്കെ കിട്ടുന്നതിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് അതേപോലെ തന്നെ ഗണേഷിൻ്റെ പെർഫോമൻസ് തീരെ ഓവറാക്കാതെ വരച്ച പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാത്രമല്ല, ഗോകുൽ സുരേഷ് ആണെങ്കിലും ഗോകുൽ സുരേഷിൻ്റെ ഒക്കെ ചില സമയത്തിലെ ഡയലോഗിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരു കോഴിയായിട്ടാണ് കുട്ടികൾ അഭിനയിക്കുന്നത്. ആ കോഴിയല്ല, അത് ഈ വായ നോക്കി ഇറക്കുന്ന ഒരു കോഴിയാണ്. ഒരു എല്ലാവർക്കും പെണ്ണ് സെറ്റായി, എനിക്ക് മാത്രം പെണ്ണ് സെറ്റായില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഗോകുൽ സുരേഷ് ചെയ്യണത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ജോർഗീസ് ഒപ്പത്തൊക്കെ കൂടിയുണ്ട്, പെണ്ണുണ്ടോ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പം വരുന്ന അതുവരെ പെണ്ണ് കിട്ടാത്തവർക്ക് പെണ്ണ് കിട്ടും എന്ന് വരുന്ന അസൂയ കാര്യം, അങ്ങനെയാണ് അജു വർഗീസിൻ്റെ ക്യാരക്ടർ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ 4 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ആകെ ബോറായി തോന്നിയത് ഇതിൽ 2 പോലീസുകാരെ പെർഫോമൻസ് ഉണ്ട്, എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അതിൽ കുറച്ച് ഹൈറ്റുള്ള ഒരു ഇതുണ്ട്, ഒരു ഹൈറ്റിലൊരു പോലീസ് ഓഫീസർ ഉണ്ട്. അത് നമുക്കെന്നെ മാസ്റ്റർ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആക്ടറാണ്. എനിക്കത് പേര് പിന്നെ ഒരു പിടുത്തമില്ല. എനിക്കത് പെർഫോമൻസ് ഇതിൻ്റെ ഒരു ഗുമ്മായി തോന്നിയില്ല. അപ്പോൾ എനിക്ക് മാത്രം തോന്നിയാണെന്നുള്ള അറിയില്ല. അതാണ് സിനിമേൻ്റെ 2 നെഗറ്റീവിൽ ഒന്ന് അതാണ്. ആ പോലീസുകാരുടെ പെർഫോമൻസ് എനിക്ക് തീരെ ഒരു എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. ചില ഭാഗങ്ങൾ അത് മൊത്തമായിട്ടല്ല, ഒരു കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കുറച്ച് ബോറായിട്ടാണ് പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അപ്പോഴും സിനിമ മുട്ടിഞ്ഞ ലേതാണ്. അത് നിങ്ങൾ OTT കാണുകയാണെന്നുണ്ടെങ്കിലും തിയേറ്ററിൽ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിലും ക്ഷണിച്ചിരിക്കാൻ വേണ്ടി തയ്യാറാവുക. പക്ഷെ അപ്പോൾ ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇതിങ്ങനെ ഇഷ്ടപ്പെടും, അത് സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. അതാണ്. പക്ഷേ ഇതിനൊരു വെറൈറ്റി വർക്ക്, ഒരു മലയാള സിനിമേൻ്റെ അവിടെ നിന്ന് വന്നൊരു വെറൈറ്റി അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ആണ് ഞാൻ സിനിമ കാണാൻ പോയത്. പക്ഷെ എന്നിട്ടും എനിക്ക് പല കാര്യങ്ങളും എനിക്ക് പോരാന്ന് തോന്നി. ഇതൊന്നും ഇതാണ് ഭയങ്കരമായിട്ട് മെല്ലനെയാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി സെക്കൻഡ് ഹാഫ് കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചില കോമഡികളൊക്കെ കിടലാണ്. അത് ഇതുണ്ട്, മറ്റേ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇങ്ങനെ ഗണേഷ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ഉണ്ട്, രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഉവ്വ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇതിനകത്തുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഒരു നല്ല ചിരിച്ചത്, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതൊക്കെ തന്നെ ഉള്ളൂ. അത്
പക്ഷേ ഫസ്റ്റ് ഹാഫ് ഓവറോൾ ഫസ്റ്റ് ഹാഫ് നോക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തീരെ പോരാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നത്. അങ്ങനെ വിചാരിച്ച് എന്താണ് ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് ഇത്രയധികം ഈ സിനിമക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ കടന്നപ്പോൾ വലിയ കുമ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതങ്ങനെ പോകുന്നു. പക്ഷേ അവസാനത്തെ ഒരു 15 to 20 minutes ആണ് മിക്കവാറും ഈ പോസിറ്റീവ് റെസ്പോൺസ് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഇതന്നെ ആവും മിക്കവാറും പറ്റിയിട്ടുണ്ടാവുക. അവസാനത്തെ ഒരു 15-20 മിനിറ്റ് അതൊരു സീനുണ്ട്. ആ സമയത്ത് വരെ വിഷൻസ് കിടലനാണ്, പെർഫോമൻസ് കിടലനാണ്, എന്നതും അടിപൊളി രീതിയിലാണ് അത് എൻ്റെ ചെയ്യണം. ഈവൻ അതിന് മുന്നേ നമ്മളെങ്ങനെയൊക്കെ ഇന്ന പേഴ്സണലി എങ്ങനെയൊക്കെ ബോറടിപ്പിച്ചിട്ടുണ്ട് ഒരു തിയേറ്ററിൽ ഒരാൾ 1-2 ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങി പോകാനാണെന്നുണ്ടെങ്കിൽ സിനിമ കാണാതിരിക്കണോ നല്ലത്. കാരണം അവസാനത്തെ 15-20 മിനിറ്റാണ് സിനിമൻ്റെ മെയിൻ. അപ്പോൾ ഇപ്പോൾ അത് കാണാതെ അവർ പോയി നെഗറ്റീവ് പറയും. എനിക്ക് പക്ഷേ നെഗറ്റീവ് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല, കാരണം അത്രയും തന്നെയാണ് ഈ സിനിമ പോകണത്. അപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും തയ്യാറായിട്ട് സിനിമ കാണാൻ പോവുക. പിന്നെ ഭയങ്കര ചില സമയത്ത് നാടകമാണെന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആണ് ഫസ്റ്റ് ഹാഫ് ഓരോ സിനിമയുടെ മുക്കാഭാഗം പോകുന്നത്. പിന്നെ ചില ഒരു പേടിപ്പിക്കണമൊക്കെ ഒരു സംഭവം ഉണ്ട്. അതാണ് ഈ ഫസ്റ്റ് ഹാഫിൽ ഇട്ടാൽ അത് അനാർക്കലി ഒരു ഇതിൻ്റെ മേലെ അങ്ങനെ കയറിയിരിക്കണമൊക്കെ ഒരു സീനുണ്ട്. അതൊക്കെയാണ് സിനിമ പെട്ടെന്ന് പേടിപ്പിക്കുന്നത്. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല സിനിമയിൽ. എന്നെ അടുപ്പിച്ച് നല്ലൊരു രീതിയിലാണ് സിനിമ ഒരു ഓളത്തിൽ പോകുന്നത്. ഒരു അവസാനത്തെ ഒരു 15-20 മിനിറ്റില്ല ആ ഒരു സമയത്താണ്. പക്ഷെ അതിൻ്റെ മുന്നേ സിനിമയിൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് വലിയൊരു സംഭവം ഉള്ളത് എനിക്ക് തോന്നിയില്ല. ചില കോമഡികളുണ്ട്, 3-4 കോമഡികൾ കുറേ ഉണ്ട്. പക്ഷേ അങ്ങനെ വർക്കായ കോമഡി എന്ന് പറയുന്നത് ഒരു കുറച്ചൊരു 3-4 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മാറ്റി നിർത്തിയാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതല്ല. അത് കാരണം തന്നെ അറിയാം, ഇതേപോലത്തെ സംഭവം തന്നെ. ഇത് ഞാൻ പറഞ്ഞത് ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോറി ആയിരുന്നു സത്യത്തിൽ. കാരണം അത് ഒരു മനഃപൂർവ്വം വലിച്ചു നിർത്തിയതാണോ അതങ്ങനെ വലിച്ചു നിർത്തി പോയതാണെന്നുള്ള അറിയില്ല. പക്ഷേ ഈ അവസാനത്തെ 15-20 മിനിറ്റിൽ വന്നിട്ട് പ്രൈസ് ഉണ്ടല്ലോ, അത് സിനിമൻ്റെ അവസാനത്തെ 15-20 മിനിറ്റ് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ അത് പറഞ്ഞ് എല്ലാം തന്നെ ഒന്നെങ്കിലും സ്ക്രിപ്റ്റ് വലുതാക്കുക. അത് ചെറിയ സ്ക്രിപ്റ്റും വെച്ചിട്ട് ഈ 2 മണിക്കൂർക്ക് വലിച്ചു നിർത്താൻ നോക്കുമ്പോൾ വന്നൊരു പ്രശ്നങ്ങൾ എനിക്ക് അവിടെയും കൂടിയും തോന്നി. പക്ഷേ ഓവറോൾ സിനിമ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ക്ഷമയോട് കൂടിയിട്ട് മൂവി മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും പിന്നെ ഒരു മലയാളത്തിൽ വന്ന ഒരു വെറൈറ്റി അറ്റംപ്റ്റ്, അതായത് ഇതുവരെ ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു സംഭവം അറ്റംപ്റ്റ് ചെയ്ത ഒരു മൂവി. അതേപോലെ തന്നെ ഇതുകൂടെ പറയാം, ഇത് ടെക്നിക്കൽ സൈഡ് എല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡയറക്ടർ നല്ല രീതിയിൽ അവർ പണിയെടുത്തിട്ടുണ്ട്. അത് സിനിമൻ്റെ പല ഭാഗങ്ങളിലും എവിഡൻ്റാണ്, നല്ല രീതിയിൽ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്. പക്ഷേ സിനിമൻ്റെ പിന്നെ BGM അങ്ങനെ വിട്ടുപോയി. BGM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ട പോലെ തോന്നി. പക്ഷേ സിനിമൻ്റെ മിക്ക ഭാഗങ്ങളിലും കിടിലനായിട്ട് BGM കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആകെ 2 കാര്യങ്ങളാണ് പറ്റാത്തത്. ഒന്ന്, ഈ പോലീസുകാരെ ഒരു ചില സമയത്തുള്ള കാട്ടിക്കൂടലും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ ഒരു എന്താ പറയുക ആ സിനിമേൻ്റെ ഒരു വലിച്ചു നീട്ടിയിട്ടുള്ള ഒരു സംഭവം. പിന്നെ എന്താ പറയുക, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സംഭവമാണ്. കുറേ പോർട്ടലൊക്കെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഏലിയൻസും വരുന്നു, പണ്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആ പ്രസൻറ്റ് ടൈമിൽ കുറേ ഡാം പൊട്ടണ, മഴ പെയ്തിട്ട് കേരളം മൊത്തം മുങ്ങി പോകാൻ നിൽക്കുന്ന രീതി നിൽക്കുന്നൊരവസ്ഥ കാര്യങ്ങളൊക്കെയാണ് കാണിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഏലിയൻസിനെ വന്നിട്ടുള്ള അനാർക്കലി, ഇത് എല്ലാവർക്കും അറിയാം, ഞാൻ ഇപ്പോൾ സ്പോയിലർ ഒന്നല്ല, അനാർക്കലി ഏലിയനാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നത്. അപ്പോൾ സിനിമ എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. വലിയൊരു സംഭവമാണ് എന്നുള്ളതല്ല, പക്ഷേ ബട്ട് സ്റ്റിൽ അത് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. അത് അവസാനം 15-20 മിനിറ്റ് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു എബവ് ആവറേജ് ആണ് മൂവി. അത് അപ്പോഴും ഇതൊക്കെ ഞാൻ പറഞ്ഞത് അവസാനത്തെ 15-20 മിനിറ്റ് കൊണ്ടാണ്. അത് ആദ്യത്തെ ഒരു മുക്കാൽ ഭാഗം പോലെ ബാക്കി പോകുകയാണ് എൻ്റെ സ്വഭാവം മാറിയിരുന്നു. പക്ഷേ അവസാനത്തെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ 15 to 25 മിനിറ്റ് വരെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ എത്തുന്നത്. അത് നിശ്ചയിച്ച കാര്യങ്ങൾ ഒക്കെ നോക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ സിനിമ ഒരു എബവ് ആവറേജ് മൂവിയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും. ഇനിയും പറയാം, സിനിമ കാണാൻ പോകുമ്പോൾ സയൻസ് ഫിക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആവണം. അതേപോലെ തന്നെ നല്ല ക്ഷമയും വേണം ആ സിനിമ കണ്ടു തീർക്കാനുള്ള. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നും. ഡോണ്ട് വറി, സിനിമ അവസാനത്തെ ഒരു 15-20 മിനിറ്റ് ഇപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോയി. അത് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവസാനത്തെ 15-20 മിനിറ്റ്സ് ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടോക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയില്ല. എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ഇറ്റ്സ് ടോക്സ് സൈനിങ് ഔട്ട്.